കരുമാലൂർ ഖാദി ഉൽപാദന കേന്ദ്രത്തിന് പുതിയ മന്ദിരം 2022-23 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. 100-ലധികം ഖാദി തൊഴിലാളികൾക്ക് ജോലി ചെയ്യുവാനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ട് 2 നിലകളിലായാണ് കെട്ടിടം പണിയുന്നത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ എറണാകുളം മാനാലി കരുമാലൂർ ഖാദി ഉൽപാദന കേന്ദ്രത്തിന് 2022-23 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയ 1 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചത്. അഭിമാനത്തോടുകൂടി തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ അവസരം നൽകുക ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ രണ്ടാമത്തെ വഴിയാണ്. പരമാവധി ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ അല്ലെങ്കിൽ ഒരു സംരംഭം അത് സാധ്യമാകുമോ? അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൃഷിക്കൊപ്പം കളമശ്ശേരി നല്ല വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം വരുന്നതോടുകൂടി നമുക്ക് 100 പേർക്ക് കൂടി പുതുതായി തൊഴിൽ കൊടുക്കുക, 100-ലേക്ക് എത്തിക്കാൻ കഴിയും. 30 പിന്നെ 70. വികസനം എന്ന് പറയുമ്പോൾ എത്ര റോഡ്, തോട്, പാലം വന്നു എന്നതിനപ്പുറം മനുഷ്യരുടെ ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുന്നു, അതിനാദ്യം അവരൊരു ആരോഗ്യം പ്രധാനമാണ്. അതാണ് നമ്മൾ ഒപ്പം ക്യാമ്പ്. 100-ലധികം ഖാദി തൊഴിലാളികൾക്ക് ജോലി ചെയ്യുവാനുള്ള സൗകര്യമൊരുക്കി 2 നിലകളിലായാണ് കെട്ടിടം പണിയുന്നത്. നിലവിൽ നൂൽപ്പിലും നെയ്ത്തിലും ഡൈയിങ് യൂണിറ്റിലുമായി 30-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ ഖാദി മേഖലയ്ക്ക് ഏറെ മുതൽക്കൂട്ടാകുന്ന ഒരു സംരംഭമായി കരുമാലൂരിലെ പുതിയ മന്ദിരം മാറും. കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV രവീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബീന ബാബു, ശ്രീദേവി സുധി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VP അനിൽകുമാർ, വാർഡ് മെമ്പർ TA മുജീബ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി, ഖാദി ബോർഡ് മെമ്പർമാരായ K ചന്ദ്രശേഖരൻ, കമല സദാനന്ദൻ, ഖാദി ബോർഡ് സെക്രട്ടറി ഡോക്ടർ KA രതീഷ്, പ്രൊജക്ട് ഓഫീസർ S ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ കരുമാലൂർ ഖാദി ഉൽപാദന കേന്ദ്രത്തിന് 50 സെന്റ് സ്ഥലത്തോളം സൗജന്യമായി നൽകിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AB അബ്ദുള്ളയുടെ മകൻ അയ്യാലിൽ സലീമിനെയും 38-ാം നാഷണൽ വോളിബോൾ ടീം മാനേജറും ഇന്ത്യൻ ക്യാപ്റ്റനുമായിരുന്ന മൊയ്തീൻ നൈനയെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.